കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വാദം തള്ളി ഇ.ഡി. മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നും തീരുമാനങ്ങൾ എടുത്തിരുന്നത് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും ചേർന്നാണ് എന്നാണ് ഇ.ഡിയുടെ വാദം. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ല എന്ന് തോമസ് ഐസക് മറുപടി നൽകിയതിന് പിന്നാലെയാണ് ഇ.ഡിയുടെ പ്രതികരണം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ 2 നോട്ടീസുകളാണ് ഇ.ഡി തോമസ് ഐസക്കിന് നൽകിയിരുന്നത്. 2 നോട്ടീസുകളിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന തോമസ് ഐസക് മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വവുമില്ലെന്ന് ഇ.ഡിയെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി ചെയർമാനായ 17ാം ഡയറക്ടർ ബോർഡിന്റേതാണ് തീരുമാനമെന്നും ധനമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം മാത്രമാണ് താൻ നിറവേറ്റിയതെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം. ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിന് പിന്നാലെ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും തനിക്കില്ലെന്നും ഐസക് കൂട്ടിച്ചേർത്തു. എന്നാൽ തോമസ് ഐസക്കിന്റെ ഈ വാദത്തെ തള്ളുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ട്. കിഫ്ബിയുടെ യോഗ തീരുമാനങ്ങൾ എടുത്തിരുന്നത് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും ചേർന്നാണെന്നും ഇ.ഡി അറിയിച്ചു. കിഫ്ബി യോഗ തീരുമാനങ്ങളുടെ മിനിറ്റ്സും ഇതോടൊപ്പം പുറത്തുവന്നു. മസാല ബോണ്ട് ഇടപാടുകൾ അവസാനിപ്പിക്കുന്നതിന് 2019 ജനുവരിയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത് മുഖ്യമന്ത്രിയും വിവിധ പദ്ധതികൾക്ക് അംഗീകാരം നൽകാൻ മാർച്ചിൽ ചേർന്ന യോഗ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത് തോമസ് ഐസക്കാണെന്നും മിനിറ്റ്സിലുണ്ട്. തോമസ് ഐസക്കിന്റെ വാദം തള്ളിയ സാഹചര്യത്തിൽ വീണ്ടും നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലാണ് ഇ.ഡി. മീഡിയ 1 കൊച്ചി.